സൃഷ്ടിയെ സ്നേഹിക്കാം, സൃഷ്ടാവിനെ സ്തുതിക്കാം എന്ന മനോഹരമായ ആപ്തവാക്യവുമായി സിജോ വേലിക്കകത്തോട്ട് അച്ഛന്റെ നേതൃത്വത്തിൽ മുന്നോട്ടിറങ്ങിയ 2026-27 കോട്ടപ്പുറം വിശ്വാസ പരിശീലന കേന്ദ്രം 56 ഇടവകകളുടെ വിശ്വാസ പരിശീലകരുടെ ഹൃദയത്തിലേക്ക് ഈ പെന്തക്കുസ്ത ദിനം പകർത്തിക്കൊടുത്തത് നിസ്സാര കാര്യമല്ല. യേശുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മാത്രം പൂട്ടിയിട്ട് സൂക്ഷിക്കുകയല്ല വേണ്ടത് എന്നും, ഹൃദയത്തിന്റെ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് ആവശ്യങ്ങളുള്ള മറ്റുള്ളവരിലേക്ക് നന്മയായി കടന്നു ചെല്ലുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു തന്നു. കെട്ടിയിട്ട ജലസ്രോതസ് പോലെയല്ല നമ്മളാകേണ്ടതെന്നും, മറ്റുള്ളവരിൽ സ്നേഹത്തിന്റെ, കരുണയുടെ നനവുണ്ടാക്കുന്ന ഒഴുകുന്ന നീരുറവയായി മാറണമെന്നും പറഞ്ഞു തന്നു. നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയെ നമ്മുടെയെല്ലാം പൊതുവീടായി കാണണമെന്നും, അതിലെ സൃഷ്ടികളെ സ്നേഹിച്ച് സംരക്ഷിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതികളും ആരാധനകളും അർപ്പിക്കുന്ന ദൈവപുത്രന്മാരും പുത്രിമാരുമായി മാറണമെന്നും പറഞ്ഞു തന്നു. ദൈവികമായ അറിവ് വളർത്തി നല്ല ഒരുക്കത്തോടെ മക്കളുടെ അടുത്ത് ഈ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ദൈവത്തെ പകർത്തിക്കൊടുക്കണമെന്നും പറഞ്ഞു തന്നു. ഓരോ ഞായറാഴ്ചയും ടീച്ചർ എന്ന പേരിലുള്ള പ്രഹസനമല്ല, ജീവിതം തന്നെ വിശ്വാസ പരിശീലനമായി മാറണമെന്നും പറഞ്ഞു തന്നു. ഓരോ കുഞ്ഞുമക്കളുടെയും ആത്മാവിനെ ജാഗ്രതകളോടെ കണ്ടുകൊണ്ട് വിശ്വാസ പരിശീലകരായ ഞങ്ങൾക്ക് തന്ന ഈ ഒരുക്കത്തിന് ഒരുപാട് നന്ദി അച്ഛാ. കീഴ്പ്പാടം.